ശ്രീ ജ്യോതികുമാർ ചാമക്കാലങ്ങ് കഴിഞ്ഞ നിമിഷങ്ങളിൽ അവസാനിച്ച വാർത്താ സമ്മേളനം കണ്ടോ എന്ന് അറിയില്ല. ഇത് കണ്ടിരുന്ന നമുക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്, ഇതെന്താണ് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് എന്ന സംശയങ്ങൾ മാത്രം അവശേഷിപ്പിക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു. ആരാണ് ഈ ഉപകരണം അവിടെ കൊണ്ടുവച്ചത്, ആരാണ് ഈ വാതിൽ തുറന്നത്, അതിനൊന്നും ഒരു ഉത്തരവില്ല. CCTV ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? വളരെ അപഹാസ്യമായ ഒരു പത്രസമ്മേളനമാണ് ഇന്ന് മെഡിക്കൽ കോളേജിന്റെ അധികാരികളുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഹാരിസ് ചിറക്കലിനെ സംബന്ധിച്ച് ജനകീയനായ ഒരു ഡോക്ടർ ഒരു പൊതുവിഷയം ഒരു പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടാനുള്ള ശ്രമം അന്ന് തന്നെ ആരംഭിച്ചിരുന്നു. എന്നാൽ പൊതുസമൂഹത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ജനപിന്തുണ കണ്ടുകൊണ്ടാണ് തൽക്കാലത്തേക്ക് സർക്കാർ പിൻവാങ്ങിയത്. ഏറ്റവും അവസാനം ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള അദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് പരാതികളെ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്ന് പറയുകയും എന്നാൽ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു ഉപകരണത്തിന്റെ ഇൻസ്ട്രുമെന്റ് ഏത് പാർട്സ് കാണുന്നില്ല എന്ന ഒരു കാരണം പറഞ്ഞിരുന്നു. എന്നാൽ കിട്ടാത്ത പാതി സംസ്ഥാന ആരോഗ്യമന്ത്രി ആ ഒരു പാരഗ്രാഫ് മാത്രം എടുത്തുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയും അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മോഷണം പോയി എന്നും അദ്ദേഹം ആണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏറ്റവും അവസാനം ആ റിപ്പോർട്ടിൽ അദ്ദേഹം കാവലായി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെല്ലാം ശരിയാണെന്ന് വരികയും ഹാരിസ് തന്നെ ചലഞ്ച് ചെയ്യുകയും ചെയ്തു. തന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്റെ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും അവിടെ നടന്നിട്ടില്ല, ഒരു പരിശോധനയും നടന്നിട്ടില്ല എന്നിരിക്കെ ഇത്തരത്തിൽ ഒരു ഇൻസ്ട്രുമെന്റ് കാണാതെ പോയി ആ ഇൻസ്ട്രുമെന്റ് അവിടെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു.